പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ ത്രിയേക ദൈവത്തിന്റെ തിരുനാമത്തിന് എന്നേക്കും മഹത്വം ഉണ്ടായിരിക്കട്ടെ. ആമേൻ. കർത്താവിനാൽ ഏറ്റവും അനുഗ്രഹിക്കപ്പെട്ട പ്രിയ സഹോദരങ്ങളെ, ഇന്ന് നമ്മൾ അപ്പോസ്തല പ്രവർത്തനം 13 മുതൽ 16 വരെയുള്ള അധ്യായങ്ങളാണ് ധ്യാന പഠന വിഷയമാക്കുന്നത്. ഈ അധ്യായങ്ങളിൽ കാണുന്നത് ദൈവത്തിന്റെ വിസ്മയനീയമായ ഇടപെടലുകൾ പരിശുദ്ധാത്മാവിലൂടെ ആദിമ സഭയിൽ നിവർത്തിക്കുന്ന സംഭവങ്ങളാണ്. യേശുവിന്റെ ജനനത്തെ കുറിച്ചുള്ള അറിയിപ്പും അവിടുത്തെ ജനനവും ആ സമയങ്ങളിലൊക്കെ പരിശുദ്ധാത്മാവ് ഇടപെട്ടതുപോലെ സഭയുടെ ആരംഭത്തിലും അതിന്റെ വളർച്ചയുടെ ആദ്യ ഘട്ടങ്ങളിലുമൊക്കെ പരിശുദ്ധാത്മാവിന്റെ ശക്തമായ ഇടപെടലുകളാണ് നമ്മൾ കാണുന്നത്. 13-ാം അധ്യായത്തിൽ 3 പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് പറയുന്നത്. ഒന്നാമതായി ബർന്നബാസും സാവൂളും അയക്കപ്പെടുന്ന സംഭവം. 13:1 മുതൽ നാം ശ്രവിക്കുന്നു. അന്ത്യോക്യയിലെ സഭയിൽ പ്രവാചകന്മാരും പ്രബോധകന്മാരും ഉണ്ടായിരുന്നു. അവർ കർത്താവിന് ശുശ്രൂഷ ചെയ്തും ഉപവസിച്ചും കഴിയവേ പരിശുദ്ധാത്മാവ് അവരോട് പറഞ്ഞു, ബർന്നബാസിനെയും സാവൂളിനെയും ഞാൻ വിളിച്ചിരിക്കുന്ന ജോലിക്കായി എനിക്ക് വേണ്ടി മാറ്റി നിർത്തുക. പരിശുദ്ധാത്മാവ് ഇടപെട്ട് വ്യക്തമായ മാർഗനിർദ്ദേശങ്ങൾ നൽകുകയാണ്. കർത്താവിന്റെ ശിഷ്യർ അതുപോലെയായിരുന്നു. അവർ കർത്താവിന് ശുശ്രൂഷ ചെയ്തും ഉപവസിച്ചും പ്രാർത്ഥിച്ചും അവിടത്തോട് ആലോചന ചോദിച്ച് ആത്മാവിന്റെ പ്രേരണ അനുസരിച്ച് മാത്രം ജീവിച്ചു. കർത്താവ് കൽപ്പിച്ചതനുസരിച്ച് ഉപവാസത്തിനും പ്രാർത്ഥനയ്ക്കും ശേഷം അവർ അവരുടെ മേൽ കൈവയ്പ് നടത്തി പറഞ്ഞയച്ചു. ആരെ? ബർന്നബാസിനെയും സാവൂളിനെയും. പരിശുദ്ധാത്മാവിനാൽ അയക്കപ്പെട്ട അവർ സലാമീസിലെത്തിയപ്പോൾ യൂദരുടെ സിനഗോഗുകളിൽ ദൈവവചനം പ്രസംഗിച്ചു. അവരെ സഹായിക്കാൻ യോഹന്നാനും ഉണ്ടായിരുന്നു. അവർ ദ്വീപ് മുഴുവൻ ചുറ്റി സഞ്ചരിച്ച് പാംഫോസിലെ എത്തിയപ്പോൾ ഒരു മന്ത്രവാദിയെ കണ്ടുമുട്ടി. ഇതാണ് ഈ അധ്യായത്തിലെ 2ാമത്തെ പ്രധാന കാര്യം. ഈ മന്ത്രവാദി ബർ-യേശു എന്ന പേരുള്ള യഹൂദനായ ഒരു വ്യാജ പ്രവാചകനായിരുന്നു. ഉപസ്ഥാനപതിയും ബുദ്ധിമാനുമായ സെർഗിയൂസ് പൗലോസിന്റെ ഒരു സദസ്യനായിരുന്നു. ഈ ഉപസ്ഥാനപതി ദൈവവചനം ശ്രവിക്കാൻ താല്പര്യപ്പെട്ട് ബർന്നബാസിനോടും സാവൂളിനോടും അറിയിച്ചു. അവരെ വിളിപ്പിച്ചു. പക്ഷേ മാന്ത്രികനായ അവൻ വിശ്വാസത്തിൽ നിന്ന് ഉപസ്ഥാനപതിയെ പിന്തിരിപ്പിക്കാൻ ശ്രമിച്ചു. അവനെ തടഞ്ഞപ്പോൾ പൗലോസ് എന്ന പേരുണ്ടായിരുന്ന സൗള് പരിശുദ്ധാത്മാവിനാൽ നിറഞ്ഞ് അവന്റെ മേൽ സൂക്ഷിച്ചു നോക്കി പറഞ്ഞു, സാത്താന്റെ സന്താനമേ, സകല നീതിക്കും എതിരായവനെ, ദുഷ്ടതയും വഞ്ചനയും നിറഞ്ഞവനെ, ദൈവത്തിന്റെ നേർവഴികൾ ദുഷിപ്പിക്കുന്നതിൽ നിന്ന് നീ വിരമിക്കുകയില്ലേ? ഇതാ കർത്താവിന്റെ കരം ഇപ്പോൾ നിന്റെ മേൽ പതിക്കും. നീ അന്ധനായിത്തീരും. കുറെ കാലത്തേക്ക് സൂര്യനെ ദർശിക്കാൻ നിനക്ക് സാധിക്കുകയില്ല. പൗലോസ് പറഞ്ഞതുപോലെ തന്നെ സംഭവിച്ചു. 12-ാം വാക്യത്തിൽ പറയുന്നു, ഈ സംഭവം കണ്ടപ്പോൾ ഉപസ്ഥാനപതി കർത്താവിന്റെ പ്രബോധനത്തെ കുറിച്ച് അത്ഭുതപ്പെടുകയും വിശ്വാസം സ്വീകരിക്കുകയും ചെയ്തു. നോക്കുക, വിസ്മയനീയ കാര്യങ്ങൾ ദൈവം പ്രവർത്തിക്കുന്നത്. ദൈവത്തിന്റെ വഴികളെ തടസ്സപ്പെടുത്താൻ ശ്രമിക്കുന്നവർക്ക് അതൊരിക്കലും അനുഗ്രഹമാകത്തില്ല. ഈ അധ്യായത്തിൽ പറയുന്ന 3ാമത്തെ പ്രധാനപ്പെട്ട കാര്യം, പൗലോസും കൂടെ ഉണ്ടായിരുന്നവരും അന്ത്യോക്യയിൽ സുവിശേഷം പ്രചരിപ്പിക്കുന്നതാണ്, പ്രഘോഷിക്കുന്നതാണ്. പൗലോസും കൂടെയുള്ളവരും പാംഫോസിൽ നിന്ന് കപ്പൽ യാത്ര ചെയ്ത് പെർഗ കടന്ന് അന്ത്യോക്യയിൽ വന്നെത്തി. സാബത്ത് ദിവസം അവർ സിനഗോഗിൽ പ്രവേശിച്ച് അവിടെ ഉപവിഷ്ടരായി. നിയമവും പ്രവചനങ്ങളും വായിച്ചു കഴിഞ്ഞപ്പോൾ സിനഗോഗിലെ അധികാരികൾ ആളയച്ച് അവരോട് ഇപ്രകാരം പറയിച്ചു, സഹോദരന്മാരെ, നിങ്ങളിൽ ആർക്കെങ്കിലും ജനങ്ങൾക്ക് ഉപദേശം നൽകാനുണ്ടെങ്കിൽ പറയാം. അപ്പോൾ പൗലോസ് എഴുന്നേറ്റ് കൈകൊണ്ട് ആംഗ്യം കാണിച്ചു, എനിക്ക് പറയാനുണ്ട് എന്ന് പറഞ്ഞു. പൗലോസ് രക്ഷാ ചരിത്രം മുഴുവൻ ഒറ്റ ശ്വാസത്തിൽ ഇവിടെ പറഞ്ഞു. പൗലോസിന്റെ വാക്കുകൾ ശ്രദ്ധിക്കുക. ഇസ്രായേൽ ജനമേ, ദൈവത്തെ ഭയപ്പെടുന്നവരെ ശ്രദ്ധിക്കുവിൻ. ഈ ഇസ്രായേൽ ജനതയുടെ ദൈവം നമ്മുടെ പിതാക്കന്മാരെ തെരഞ്ഞെടുത്തു. ഈജിപ്തിൽ വസിച്ചിരുന്ന കാലത്ത് അവരെ അവിടെ നിന്ന് ഒരു വലിയ ജനമാക്കി. തന്റെ ശക്തമായ ഭുജം കൊണ്ട് അവിടെ നിന്ന് അവരെ കൊണ്ടുപോരുകയും ചെയ്തു. അവിടെ നിന്ന് 40 വർഷത്തോളം മരുഭൂമിയിൽ അവരോട് ക്ഷമാപൂർവം പെരുമാറി. കാനാൻ ദേശത്ത് വെച്ച് 7 ജാതികളെ നശിപ്പിച്ചതിന് ശേഷം അവരുടെ ഭൂമി 450 വർഷത്തോളം ഇസ്രായേൽക്കാർക്ക് അവകാശമായി കൊടുത്തു. അതിനുശേഷം അവിടുന്ന് പ്രവാചകനായ സാമുവേലിന്റെ കാലം വരെ
അവർക്ക് ന്യായാധിപന്മാരെ നൽകി, തുടർന്ന് രാജാക്കന്മാരെ നൽകി. 26 മുതലുള്ള വാക്യങ്ങൾ. സഹോദരരെ, അബ്രഹാത്തിന്റെ സന്തതികളെ, ദൈവഭയമുള്ളവരെ, നമ്മുടെ അടുത്തേക്ക് ഈ രക്ഷയുടെ വചനം അയക്കപ്പെട്ടിരിക്കുന്നു. ദൈവം നമുക്ക് രക്ഷയ്ക്കായി നൽകിയ രക്ഷയുടെ വചനം. ജെറുസലേം നിവാസികളും അവരുടെ അധികാരികളും അവനെ അറിയാതെയും എല്ലാ സാപത്തിലും വായിക്കുന്ന പ്രവാചക വചനങ്ങൾ ഗ്രഹിക്കാതെയും അവനെ ശിക്ഷയ്ക്ക് വിധിച്ചുകൊണ്ട് പ്രവാചക വചനങ്ങൾ അവർ പൂർത്തിയാക്കി. മരണശിക്ഷ അർഹിക്കുന്ന ഒരു കുറ്റവും അവനിൽ കാണാതിരുന്നിട്ടും അവനെ വധിക്കാൻ അവർ പീലാത്തോസിനോട് ആവശ്യപ്പെട്ടു. അവനെ കുറിച്ച് എഴുതപ്പെട്ടിരുന്നതെല്ലാം പൂർത്തിയായപ്പോൾ അവർ അവനെ കുരിശിൽ നിന്ന് താഴെ ഇറക്കി കല്ലറയിൽ സംസ്കരിച്ചു. എന്നാൽ ദൈവം അവനെ മരിച്ചവരിൽ നിന്ന് ഉയർപ്പിച്ചു. അവനോടൊപ്പം ഗലീലയിൽ നിന്ന് ജെറുസലേമിലേക്ക് വന്നവർക്ക് അവൻ പല ദിവസങ്ങളിലും പ്രത്യക്ഷനായി. അവർ ഇപ്പോൾ ജനങ്ങളുടെ മുമ്പിൽ അവന്റെ സാക്ഷികളാണ്. ഉത്ഥിതനായ കർത്താവ് പ്രത്യക്ഷപ്പെട്ട് നേരിട്ട് സാക്ഷ്യം സ്വീകരിച്ച ജനങ്ങളാണ് ഇപ്പൊ യേശുവിന് സാക്ഷ്യം നൽകിക്കൊണ്ട് ചുറ്റി സഞ്ചരിക്കുന്നതെന്ന് പറഞ്ഞ് യഹൂദരെ ആഹ്വാനം ചെയ്യുകയാണ്. 34-ാം വാക്യം. ദാവീദിനോട് വാഗ്ദാനം ചെയ്യപ്പെട്ട വിശ്വസ്തമായ അനുഗ്രഹം നിങ്ങൾക്ക് നൽകും എന്ന് പറഞ്ഞാൽ അർത്ഥം എന്താണ്? ദാവീദിന്റെ സിംഹാസനം എന്നേക്കും നിലനിൽക്കുമെന്നും ആ വാഗ്ദാനങ്ങൾ മുഴുവൻ ദൈവം നിറവേറ്റും, നിങ്ങളോട് നിങ്ങളുടെ ഇടയിൽ അത് നിറവേറ്റും എന്നാണ് പൗലോസ് പറയുന്നത്. ദാവീദ് തന്റെ തലമുറയിൽ ദൈവഹിതം നിറവേറ്റി അതിനുശേഷം മരണം പ്രാപിച്ചു. അവൻ പിതാക്കന്മാരോട് ചേരുകയും ജീർണത പ്രാപിക്കുകയും ചെയ്തു. എന്നാൽ ദൈവം ഉയർപ്പിച്ചവനാകട്ടെ ജീർണത പ്രാപിച്ചില്ല. സഹോദരന്മാരെ, നിങ്ങൾ ഇത് അറിഞ്ഞുകൊള്ളുവിൻ. നിങ്ങൾക്ക് പാപമോചനം പ്രഘോഷിക്കപ്പെട്ടിരിക്കുന്നത് ഇവൻ വഴി അത്രേ. ഇവൻ വഴി നിങ്ങൾക്ക് പാപമോചനം പ്രഘോഷിക്കപ്പെട്ടിരിക്കുകയാണ്. മോശയുടെ നിയമം വഴി നീതീകരണം ലഭിക്കാനാവാത്ത വശങ്ങളുണ്ട്, തലങ്ങളുണ്ട്. വിശ്വസിക്കുന്നവർക്ക് യേശുക്രിസ്തു വഴി നീതീകരണം ലഭിക്കും. യഹൂദരുടെ നിയമത്തിന് സാധ്യമാകാത്ത കാര്യങ്ങൾ യേശുക്രിസ്തുവിലൂടെ ദൈവം നിവർത്തിയാക്കും. 41-ാം വാക്യം. ദൈവത്തിനെതിരെ നിന്ദനം ചൊരിഞ്ഞുകൊണ്ട് നിൽക്കുന്നവരെ അതിൽ നിന്ന് പിന്തിരിയാൻ ആഹ്വാനം ചെയ്യുകയാണ്. എന്തെന്നാൽ നിങ്ങളുടെ ദിവസങ്ങളിൽ ഞാൻ ഒരു പ്രവൃത്തി ചെയ്യുന്നു, ആര് പറഞ്ഞാലും നിങ്ങൾ വിശ്വസിക്കാത്ത ഒരു പ്രവൃത്തി. ഇത് ഹബക്കൂക്ക് പ്രവാചകന്റെ പുസ്തകം 1:5 പറഞ്ഞിട്ടുള്ളതാണ്. 2 കാര്യങ്ങളാണ് അവിടെ. ഒന്ന്, ഹബക്കൂക്ക് പ്രവാചകൻ ദേശത്ത് ദുഷ്ടത വ്യാപിക്കുന്നത് കണ്ട് ദൈവത്തോട് നിലവിളിച്ച് അപേക്ഷിച്ചു. ദുഷ്ടതയ്ക്ക് അറുതി വരുത്താൻ ദൈവം പ്രവാചകന് ഉറപ്പുകൊടുത്തു. ആര് പറഞ്ഞാലും വിശ്വസിക്കാത്ത ഒരു പ്രവൃത്തി ഞാൻ ചെയ്യും എന്ന് പറഞ്ഞേക്കുന്നത്. അവിടെ പറഞ്ഞതിന്റെ അർത്ഥം നീതിമാന്മാർക്ക് സംരക്ഷണവും ദുഷ്ടന്മാർക്ക് വിനാശവും മനസ്സിലാക്കാനാകാത്ത വിധത്തിൽ വിസ്മയകരമായി ദൈവം പ്രവർത്തിക്കും. ആ വചനമാണ് ഇവിടെ എടുത്തു പറഞ്ഞേക്കുന്നത് പൗലോസ്. ഹബക്കൂക്ക് പ്രവാചകന്റെ പുസ്തകം 1:5 പറഞ്ഞത് ഇവിടെ എടുത്തു പറയുകയാണ്. നമ്മുടെ ഇടയിൽ ഇത് നിറവേറും. ആരും പറഞ്ഞാലും വിശ്വസിക്കാനാകാത്ത ഒരു പ്രവൃത്തി. എന്താണ് ആ ഒരു പ്രവൃത്തി? തിന്മയെ നശിപ്പിക്കുകയും നന്മയ്ക്ക് സംരക്ഷണം നൽകുകയും നീതിമാന് സംരക്ഷണം നൽകുകയും ചെയ്യുന്ന ഒരു പ്രവൃത്തി. അതെന്താണ്? തന്നിൽ വിശ്വസിക്കുന്ന യേശുക്രിസ്തുവിൽ വിശ്വസിക്കുന്നവർക്ക് അവൻ വഴി പാപമോചനവും രക്ഷയും നീതിമാന് സംരക്ഷണവും രക്ഷയും ദൈവം നൽകും. അത് യഹൂദർക്ക് മാത്രമല്ല. യഹൂദന്മാരെ ധരിച്ചിരിക്കുന്നത് യഹൂദർക്ക് മാത്രമാണ് രക്ഷയെന്ന്. പക്ഷേ നിങ്ങൾക്ക് വിശ്വസിക്കാനാകാത്ത വിധം വിസ്മയനീയ പ്രവൃത്തി ദൈവം ചെയ്യും. എന്താണത്? വിജാതിയർക്ക് പോലും ദൈവം രക്ഷ പ്രദാനം ചെയ്യും. പക്ഷെ യഹൂദർ തിരസ്കരിക്കപ്പെടും. എന്നാൽ അവർ മനസ്സ് തിരിഞ്ഞു വന്നാൽ അവർക്ക് ദൈവം രക്ഷ വീണ്ടും നൽകും. യഹൂദർ ഒരിക്കലും നനച്ചിരിക്കാത്ത വിധം വിജാതിയരിലേക്ക് അവിടുന്ന് രക്ഷ വ്യാപിപ്പിക്കുന്നത്. ഈ പ്രവൃത്തിയാണ് ഇവിടെ ഇസ്രായേൽ ജനത്തിനിടയിൽ ദൈവം ചെയ്യാൻ പോകുന്നത്. ഹബക്കൂക്ക് പ്രവാചകനിലൂടെ അരുളി ചെയ്തത് ഇതാ ഇവിടെ നിറവേറുന്നു എന്ന് പൗലോസ് പറയുകയാണ്. വീണ്ടും പല വിസ്മയനീയ പ്രവൃത്തികൾ അപ്പോസ്തലന്മാരിലൂടെ ദൈവം നിറവേറ്റി. 42 മുതലുള്ള വാക്യങ്ങൾ. ഇക്കാര്യങ്ങളെല്ലാം അടുത്ത സാപത്തിലും വിവരിക്കണമെന്ന് അവർ പുറത്തു വന്നപ്പോൾ ജനങ്ങള് അവരോട് അപേക്ഷിച്ചു. സിനഗോഗിലെ സമ്മേളനം പിരിഞ്ഞപ്പോൾ പല യഹൂദരും യഹൂദ മതത്തിൽ പുതുതായി ചേർന്ന ദൈവഭക്തരായ പലരും പൗലോസിനെയും ബർന്നബാസിനെയും അനുഗമിച്ചു. അവരാകട്ടെ അവരോട് സംസാരിക്കുകയും ദൈവകൃപയിൽ നിലനിൽക്കാൻ അവരെ പ്രേരിപ്പിക്കുകയും ചെയ്തു. അടുത്ത സാപത്തിൽ ദൈവവചനം ശ്രവിക്കാൻ നഗരവാസികൾ എല്ലാവരും തന്നെ സമ്മേളിച്ചു. ജനക്കൂട്ടത്തെ കണ്ടപ്പോൾ യഹൂദർ അസൂയ പൂണ്ട് പൗലോസ് പറഞ്ഞ കാര്യങ്ങളെ എതിർക്കുകയും അവനെ ദുഷിക്കുകയും ചെയ്തു.
പൗലോസും ബർന്നബാസും ധൈര്യപൂർവ്വം ഇങ്ങനെ പറഞ്ഞു, ദൈവവചനം ആദ്യം നിങ്ങളോട് പ്രസംഗിക്കുക ആവശ്യമായിരുന്നു, എന്നാൽ നിങ്ങൾ അത് തള്ളിക്കളയുന്നത് കൊണ്ട് നിത്യജീവന് നിങ്ങളെ തന്നെ അയോഗ്യരാക്കി തീർത്തിരിക്കുകയാണ്. നിങ്ങൾ ആദ്യം നിങ്ങളുടെ ഇടയിൽ വചനം പ്രഘോഷിക്കുവാനാണ് ദൈവം അവസരം ഒരുക്കിയത്. പക്ഷെ നിങ്ങൾ അത് തള്ളിക്കളഞ്ഞുകൊണ്ട് നിത്യജീവനുള്ള അവകാശം നിങ്ങൾ നിഷേധിച്ചു കളയുകയാണ്. അതുകൊണ്ട് ഇതാ ഞങ്ങൾ വിജാതീയരുടെ അടുക്കലേക്ക് പോകുന്നു, വിജാതീയരുടെ പക്കലേക്ക് സുവിശേഷം വ്യാപിക്കുകയാണ്. 47 മുതൽ കർത്താവ് ഞങ്ങളോട് ഇങ്ങനെ കൽപ്പിച്ചിരിക്കുന്നു, ഭൂമിയുടെ അതിർത്തികൾ വരെ രക്ഷ വ്യാപിക്കുന്നതിന് വിജാതീയർക്കൊരു ദീപമായി നിന്നെ ഞാൻ സ്ഥാപിച്ചിരിക്കുന്നു. ആര് പറഞ്ഞാലും നിങ്ങൾ വിശ്വസിക്കത്തില്ലായിരിക്കും. യഹൂദര് വിജാതീയർക്ക് രക്ഷപ്പെട്ടുവെന്ന് അവർ വിചാരിച്ചില്ല. ഹബക്കൂക്കിന്റെ പുസ്തകത്തിൽ ഒരു പ്രവൃത്തി ഞാൻ ചെയ്യാൻ പോകുന്നു എന്നാണ് പറഞ്ഞേക്കുന്നത്. ഇവിടെ ഞാൻ ചെയ്യുന്നു എന്നാണ്. ആ പ്രവചനം ഇവിടെ നിറവേറാൻ പോവുകയാണ്. യഹൂദർ തിരസ്കൃതരാകുന്നു, വിജാതീയർ സ്വീകരിക്കപ്പെടുന്നു. അപ്പൊ കർത്താവ് കൽപ്പിച്ചതനുസരിച്ച് ഭൂമിയുടെ അതിർത്തികൾ വരെ സുവിശേഷം വ്യാപിപ്പിക്കുവാൻ 48 വാക്യത്തിൽ ഇവിടെ പറയുന്നു, ഈ വാക്കുകൾ കേട്ടപ്പോൾ വിജാതീയർ സന്തോഷഭരിതരായി. കാരണം അപ്പോസ്തലന്മാർ അവരുടെ പക്കലേക്ക് തിരിയുന്നു എന്ന് കേട്ടപ്പോൾ അവര് നിത്യജീവന് നിയോഗം ലഭിച്ചവരെല്ലാം വിശ്വസിക്കുകയും വിജാതീയർ സന്തോഷഭരിതരായി കർത്താവിന്റെ വചനത്തെ പ്രകീർത്തി ആനന്ദത്തോടെ ദൈവത്തിന് സ്തോത്രഗീതം പാടി. കർത്താവിന്റെ വചനം ആ നാട്ടിലെല്ലാം വ്യാപിച്ചു. എന്നാൽ യഹൂദന്മാർ ബഹുമാന്യരായ 10 സ്ത്രീകളെയും നഗരത്തിലെ പ്രമാണികളെയും പ്രേരിപ്പിച്ച് പൗലോസിനും ബർന്നബാസിനും എതിരായി ഇളക്കിവിട്ടു. ഇവരെ പല വിധത്തിലുള്ള പീഡനങ്ങൾ അവർക്കെതിരെ ഇറക്കിവിട്ടു. അവരെ നാട്ടിൽ നിന്ന് പുറത്താക്കി. പൗലോസും ബർന്നബാസും കൂടെ ഉണ്ടായിരുന്നവരും തങ്ങളുടെ പാദങ്ങളിലെ പൊടി അവർക്കെതിരായി തട്ടിക്കളഞ്ഞിട്ട് അവിടം വിട്ട് ഇക്കോണിയത്തിലേക്ക് പോയി. ശിഷ്യന്മാർ ആനന്ദത്താലും പരിശുദ്ധാത്മാവിനാലും നിറഞ്ഞവരായി. അവരെ പീഡിപ്പിക്കുകയും പുറത്താക്കുകയും ഒക്കെ ചെയ്തപ്പോൾ അവർ ആനന്ദഭരിതരായി ദൈവത്തെ സ്തുതിക്കുകയാണ്. കർത്താവിനെ പ്രതി പീഡനമേൽക്കാനും അവഹേളനമേൽക്കാനും ഭാഗ്യം കിട്ടിയതിനെ ഓർത്താണ് അവർ ആനന്ദിക്കുന്നത്. നമുക്കിന്ന് ആനന്ദിക്കാൻ പറ്റുമോ? ഇങ്ങനെ 14-ാം അധ്യായത്തിലേക്ക് പോകാം. നമുക്ക് 14-ാം അധ്യായത്തിൽ 2 പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് പറയുന്നത്. ഒന്ന്, പൗലോസും കൂട്ടരും ഇക്കോണിയത്തിൽ പോയി അവരുടെ ഇടയിൽ സുവിശേഷം അറിയിക്കുന്നത്. അത് കഴിഞ്ഞ് അവിടെ നിന്ന് അവർ ലിസ്ത്രായിലേക്ക് പോയത്. അവിടെ ജന്മന ഉടന്തന് സൗഖ്യം നൽകുകയും അവിടെ നിന്ന് അവർ അന്ത്യോക്യയിൽ എത്തിച്ചേരുകയും ചെയ്യുന്ന സംഭവം. ഇവര് ഇക്കോണിയത്തിലെ യഹൂദരുടെ സിനഗോഗിൽ പ്രവേശിച്ച് പ്രസംഗിച്ചു. യഹൂദരും ഗ്രീക്കുകാരും അടങ്ങുന്ന വലിയ ഗണം വിശ്വസിച്ചു. വിശ്വസിക്കാതിരുന്ന യഹൂദർ സഹോദരർക്കെതിരായി വിജാതീയരെ ഇളക്കിവിട്ടു. വിജാതീയരെയും അവർ ഇളക്കിവിട്ട് അവരുടെ മനസ്സിൽ വിദ്വേഷം കൊണ്ട് നിറച്ചു. ആർക്കെതിരെ? പൗലോസിനും ബർന്നബാസിനും അവർ പ്രസംഗിക്കുന്ന സുവിശേഷത്തിനും എതിരായി. 3-ാം വാക്യത്തിൽ പറയുന്നു, അവർ വളരെ നാൾ അവിടെ താമസിച്ച് കർത്താവിനെ പറ്റി ധൈര്യപൂർവ്വം പ്രസംഗിച്ചു. പീഡനങ്ങൾ ഉണ്ടായിട്ടും അവർക്കെതിരെ വിജാതീയരെ ഇളക്കി വിട്ടിട്ടും അവർ ധൈര്യപൂർവ്വം അവിടെ താമസിച്ച് കർത്താവിന്റെ സുവിശേഷം പ്രസംഗിച്ചു. അത്ഭുതങ്ങളും അടയാളങ്ങളും പ്രവർത്തിക്കാൻ അവർക്ക് അനുഗ്രഹം നൽകിക്കൊണ്ട് കർത്താവ് തന്റെ കൃപയുടെ വചനത്തിന് സാക്ഷ്യം നൽകി. നീതീകരിക്കപ്പെട്ടത് ഈ വചനത്തിലൂടെയാണ്. ഇവിടെ കൃപയും കർത്താവിന്റെ വചനത്തിലൂടെ, യേശുവിലൂടെ. എന്നാൽ നഗരത്തിലെ ജനങ്ങളുടെ ഇടയിൽ ഭിന്നതയുണ്ട്. ചിലർ യഹൂദരുടെ കൂടെയും ചിലർ അപ്പസ്തോലന്മാരുടെ കൂടെയും ചേർന്നു. അങ്ങനെ അവർ അപ്പസ്തോലന്മാരെ അപമാനിക്കാനും കല്ലെറിയാനും ഒക്കെ തുടങ്ങി. വിജാതീയരുടെയും യഹൂദരുടെയും ഇടയില് അധികാരികളുടെയും ഒക്കെ ഭാഗത്തു നിന്നുണ്ടായ എതിർപ്പുകളെല്ലാം കാരണം അവർ അവിടെ നിന്ന് മറ്റു നഗരങ്ങളിലേക്ക്, ലിസ്ത്രായിലേക്ക് പോയി. അവർ സുവിശേഷം പ്രസംഗിച്ചുകൊണ്ടിരുന്നു. ഒരിടം വിട്ട് മറ്റൊരിടത്തേക്ക് പോകുന്നെങ്കിലും അവർ സുവിശേഷം പ്രസംഗിച്ചുകൊണ്ട് കടന്നുപോയി. അങ്ങനെ ലിസ്ത്രായിലെത്തി. അവിടെ ജന്മന കാലുകൾക്ക് സ്വാധീനമില്ലാതിരുന്ന ഒരാളുണ്ടായിരുന്നു. ജന്മന മുടന്തനായിരുന്നു. പൗലോസ് പ്രസംഗിക്കുന്നത് അവൻ കേട്ടു. അവൻ ശ്രദ്ധിച്ചു കേൾക്കുന്നത് കണ്ടപ്പോൾ പൗലോസ് അവനെ സൂക്ഷിച്ചു നോക്കി. അവന് വിശ്വാസമുണ്ടെന്ന് മനസ്സിലാക്കിയിട്ട് പൗലോസ് അവനോട് ഉച്ചത്തിൽ വിളിച്ചു പറഞ്ഞു, എഴുന്നേറ്റ് കാലുറപ്പിച്ചു നിൽക്കാൻ. അവൻ ഉടനെ എഴുന്നേറ്റ് കാലുറപ്പിച്ചു നിന്നു. അവൻ ചാടി എണീറ്റ് നടന്നു. നിൽക്കുക മാത്രമല്ല, നടന്നു. പൗലോസ് ചെയ്ത ഈ പ്രവൃത്തി കണ്ട ജനക്കൂട്ടം ഉച്ചത്തിൽ വിളിച്ചു പറഞ്ഞു, ദേവന്മാർ മനുഷ്യരൂപം ധരിച്ചു നമ്മുടെ ഇടയിലേക്ക്
ഇറങ്ങി വന്നു. പൗലോസിനെയും ബർന്നബാസിനെയും ഒക്കെ ദേവന്മാരാ. അവർ ബർന്നബാസിനെ സേവൂസ് എന്നും പൗലോസ് പ്രധാന പ്രസംഗകനായിരുന്നത് കൊണ്ട് ഹെർമാസ് എന്നും വിളിച്ചു. നഗരത്തിന്റെ മുമ്പിലുള്ള സേവൂസിന്റെ ക്ഷേത്രത്തിലെ പുരോഹിതൻ കാളകളും പൂമാലകളുമായി കവാടത്തിങ്കൽ വന്ന് ജനങ്ങളോട് ചേർന്ന് ബലി അർപ്പിക്കാൻ ആഗ്രഹിച്ചു. ഇതറിഞ്ഞ അപ്പോസ്തലന്മാര് വിളിച്ചു പറഞ്ഞു, ഹേ മനുഷ്യരെ, നിങ്ങൾ ഈ ചെയ്യുന്നത് എന്താണ്? ഞങ്ങൾ നിങ്ങളെ പോലെ തന്നെ മനുഷ്യരാണ്. ഒരു തരത്തില് അവരെ ബലി അർപ്പിക്കുന്നതിൽ നിന്ന് തടഞ്ഞു. അന്ത്യോക്യയിൽ നിന്നും ഇക്കോണിയത്തിൽ നിന്നും അവിടെ എത്തിയ യഹൂദന്മാർ ജനങ്ങളെ പ്രേരിപ്പിച്ച് പൗലോസിനെ കല്ലെറിഞ്ഞു കഴിഞ്ഞപ്പം അവൻ വീണു മരിച്ചുപോയെന്ന് വിചാരിച്ച് അവർ അവനെ നഗരത്തിന് പുറത്തേക്ക് വലിച്ചു കൊണ്ടുപോയി. അവന്മാര് പോയി കഴിഞ്ഞിട്ട് ശിഷ്യന്മാർ ചുറ്റും വന്നപ്പോൾ പൗലോസ് എഴുന്നേറ്റ് പട്ടണത്തിലേക്ക് പോയി. അടുത്ത ദിവസം ബർന്നബാസുമൊത്ത് അവൻ ദെർബയിലേക്ക് പോയി. ആ നഗരത്തിലും അവർ സുവിശേഷം പ്രസംഗിച്ച് പലരെയും ശിഷ്യരാക്കി. അനന്തരം അവർ ലിസ്ത്രായിലേക്കും ഇക്കോണിയത്തിലേക്കും അന്ത്യോക്യയിലേക്കും തിരിച്ചു ചെന്നു. വിശ്വാസത്തിൽ നിലനിൽക്കണമെന്നും നിരവധി പീഡനങ്ങളിലൂടെ ദൈവരാജ്യത്തിൽ പ്രവേശിക്കണമെന്നും ഉപദേശിച്ചുകൊണ്ട് ശിഷ്യരുടെ മനസ്സിനെ അവർ ശക്തിപ്പെടുത്തി. അവർ സഭകൾ തോറും ശ്രേഷ്ഠന്മാരെ നിയമിച്ച് പ്രാർത്ഥനയോടും ഉപവാസത്തോടും കൂടെ അവരെ തങ്ങൾ വിശ്വസിച്ച കർത്താവിന് സമർപ്പിച്ചു. അവിടെ നിന്ന് അന്ത്യോക്യയിലേക്ക് കപ്പൽ കയറി. അവർ അവിടെ എത്തിയപ്പോൾ സഭയെ വിളിച്ചുകൂട്ടി തങ്ങൾ മുഖാന്തരം ദൈവം എന്തെല്ലാം പ്രവർത്തിച്ചെന്നും വിജാതിയർക്ക് വിശ്വാസത്തിന്റെ വാതിൽ അവിടുന്ന് എങ്ങനെ തുറന്നു കൊടുത്തുമെന്നും വിശദീകരിച്ചു. പിന്നീട് കുറെ കാലത്തേക്ക് അവർ ശിഷ്യരോട് കൂടെ അവിടെ താമസിച്ചു. 15-ാം അധ്യായം. ഇതിനകത്ത് 2 പ്രധാനപ്പെട്ട കാര്യങ്ങൾ. ഒന്ന് ജെറുസലേം സുനഗദോസും, 2 ജെറുസലേം സുനഗദോസിന്റെ തീരുമാനവും. യൂദയായിൽ നിന്ന് ചിലർ അവിടെ വന്ന് മോശയുടെ നിയമം അനുസരിച്ച് പരിച്ഛേദനം ചെയ്യപ്പെടാത്ത പക്ഷം രക്ഷ പ്രാപിക്കുവാൻ സാധ്യമല്ലെന്ന് സഹോദരരെ പഠിപ്പിച്ചു. സഹോദരരെന്ന് പറയുന്നത് വിശ്വാസം സ്വീകരിച്ചവരെ പരിച്ഛേദനം ചെയ്യാൻ നിർബന്ധിച്ചു, അല്ലെങ്കിൽ രക്ഷ പ്രാപിക്കില്ല. പൗലോസും ബർന്നബാസും അവരോട് വിയോജിക്കുകയും വിവാദത്തിൽ ഏർപ്പെടുകയും ചെയ്തു. തന്മൂലം ജെറുസലേമിൽ ചെന്ന അപ്പോസ്തലന്മാരും ശ്രേഷ്ഠരുമായി ഈ പ്രശ്നം ചർച്ച ചെയ്യാൻ അവർ തീരുമാനിച്ചു. അങ്ങനെ പൗലോസും ബർന്നബാസും അവരുടെ കൂട്ടത്തിൽപ്പെട്ട മറ്റു ചിലരും നിയമിക്കപ്പെട്ടു. അവർ ജെറുസലേമിലേക്ക് പോയി. വിശ്വാസം സ്വീകരിച്ച വിജാതീയർക്ക് പരിച്ഛേദനം കൊടുക്കേണ്ട ആവശ്യമുണ്ടോ ഇല്ലയോ? ഇതിനെക്കുറിച്ച് പത്രോസിനോടും സഭയോടും ആലോചിക്കുവാൻ വേണ്ടിയാണ് ജെറുസലേമിലേക്ക് പോകുന്നത്. സഭയുടെ നിർദ്ദേശമനുസരിച്ച് യാത്ര തിരിച്ചവർ വിജാതീയരുടെ മാനസാന്തര വാർത്ത വിവരിച്ചു കേൾപ്പിച്ചുകൊണ്ട് ഓരോ പ്രദേശങ്ങളിലൂടെ കടന്നു പോവുക. ജെറുസലേമിലേക്ക് പോകുന്ന വഴിക്ക് അനേകർ വിശ്വാസം സ്വീകരിച്ച കഥ വിവരിച്ചുകൊണ്ടാണ് പോകുന്നത്. അപ്പോൾ സഹോദരന്മാർക്ക് എല്ലാവർക്കും വലിയ സന്തോഷമുളവായി. ജെറുസലേമിൽ എത്തിയപ്പോൾ സഭയും അപ്പോസ്തലന്മാരും ശ്രേഷ്ഠന്മാരും അവരെ സ്വീകരിച്ചു. ദൈവം തങ്ങൾ മുഖാന്തരം പ്രവർത്തിച്ച കാര്യങ്ങളെല്ലാം പ്രഖ്യാപിച്ചു. എന്നാൽ ഫരിസേയരുടെ ഗണത്തിൽ നിന്ന് വിശ്വാസം സ്വീകരിച്ച ചിലർ എഴുന്നേറ്റ് പ്രസ്താവിച്ചു, അവരെ പരിച്ഛേദനം ചെയ്യുകയും മോശയുടെ നിയമം പാലിക്കണമെന്ന് അവരോട് നിർദ്ദേശിക്കുകയും ചെയ്യുക ആവശ്യമാണ്. ഇക്കാര്യം പരിഗണിക്കാൻ അപ്പോസ്തലന്മാരും ശ്രേഷ്ഠന്മാരും ഒരുമിച്ചുകൂടി. വലിയ വാദപ്രതിവാദം നടന്നപ്പോൾ പത്രോസ് എഴുന്നേറ്റ് പറഞ്ഞു, സഹോദരന്മാരെ, വളരെ മുമ്പ് തന്നെ ദൈവം നിങ്ങളുടെ ഇടയിൽ ഒരു തെരഞ്ഞെടുപ്പ് നടത്തുകയും വിജാതീയർ എന്റെ അധരങ്ങളിൽ നിന്ന് സുവിശേഷം കേട്ട് വിശ്വസിക്കുകയും ചെയ്തു. ജ്ഞാനസ്നാനം കൊടുത്തു. ദൈവം വിശുദ്ധീകരിച്ചത് അശുദ്ധമെന്ന് പറയാൻ മറ്റുള്ളവർക്ക് അവകാശമില്ല. പത്രോസ് ഇവരോട് ചോദിക്കുകയാണ് 9-ാം വാക്യം മുതൽ. നമ്മളും അവരും തമ്മിൽ അവിടുന്ന് വ്യത്യാസം കൽപ്പിച്ചിട്ടില്ല. വിജാതീയരും നമ്മളും തമ്മിൽ കർത്താവ് വ്യത്യാസം കൽപ്പിച്ചിട്ടില്ല. അവരുടെ ഹൃദയങ്ങളെയും വിശ്വാസം കൊണ്ട് പവിത്രീകരിച്ചു. അതുകൊണ്ട് നമ്മുടെ പിതാക്കന്മാർക്കോ നമുക്കോ താങ്ങാൻ വയ്യാതിരുന്ന ഒരു മുഖം ഇപ്പോൾ ശിഷ്യന്മാരുടെ ചുമലിൽ വെച്ച് കെട്ടി എന്തിന് ദൈവത്തെ നിങ്ങൾ പരീക്ഷിക്കുന്നു? അവരെ പോലെ തന്നെ നാമും രക്ഷ പ്രാപിക്കുന്നത് കർത്താവായ യേശു ക്രിസ്തുവിന്റെ കൃപയാലാണ്. നാം രക്ഷ പ്രാപിക്കുന്നത്. പൗലോസ് ഇത് ആവർത്തിച്ചു പറയുന്ന കാര്യമാണ്. കൃപയാലാണ് രക്ഷിക്കപ്പെട്ടത്. അതുകൊണ്ട് പരിച്ഛേദന നിയമം വഴിയല്ല. യഹൂദരുടെ നിയമമാണല്ലോ പരിച്ഛേദനം. നിയമം വഴിയല്ല, യേശുവിലുള്ള വിശ്വാസം വഴി കൃപയാലാണ് രക്ഷ പ്രാപിക്കുന്നതെന്ന് ശക്തമായി പത്രോസ് പറഞ്ഞു. ഇത് കേട്ടപ്പോൾ സമൂഹം നിശബ്ദമായിരുന്നു.
തങ്ങൾ വഴി വിജാതീയരുടെ ഇടയിൽ ദൈവം പ്രവർത്തിച്ച അത്ഭുതങ്ങളും അടയാളങ്ങളും ബർന്നബാസും പൗലോസും വിവരിച്ചത് അവർ ശ്രദ്ധാപൂർവം കേട്ടുകൊണ്ടിരുന്നു. അവർ പറഞ്ഞ് അവസാനിപ്പിച്ചപ്പോൾ യാക്കോബ് പറഞ്ഞു, സഹോദരന്മാരെ, ഞാൻ പറയുന്നത് കേൾക്കുക. ഇത് ദൈവത്തിന്റെ പദ്ധതിയാണ്. അതുകൊണ്ട് അവരുടെ മേൽ നമ്മൾ പ്രത്യേകിച്ച് ഒരു ഭാരവും വെച്ച് കെട്ടേണ്ടത് ആവശ്യമില്ല എന്ന് വ്യക്തമായി എടുത്തു പറഞ്ഞു. അതുപോലെ തന്നെ ദൈവം ഇസ്രായേലിന്റെ ചരിത്രത്തിൽ പ്രവർത്തിച്ച കാര്യങ്ങളെ കുറിച്ച് യാക്കോബ് വിവരിച്ചതിന് ശേഷം 19-ാം വാക്യം മുതൽ യാക്കോബ് പറഞ്ഞു, അതിനാൽ ദൈവത്തിലേക്ക് തിരിയുന്ന വിജാതീയരെ നാം വിഷമിപ്പിക്കരുത് എന്നാണ് എന്റെ അഭിപ്രായം. എന്നാൽ അവർ വിഗ്രഹാരാധനയെ സംബന്ധിക്കുന്ന മാലിന്യത്തിൽ നിന്നും വ്യഭിചാരത്തിൽ നിന്നും കഴുത്തു ഞെരിച്ചു കൊല്ലപ്പെട്ടവയിൽ നിന്നും രക്തത്തിൽ നിന്നും അകന്നിരിക്കാൻ എഴുതണം. കാരണം തലമുറകൾക്ക് മുമ്പ് തന്നെ ദൈവം നിർദ്ദേശിച്ചിട്ടുള്ള കാര്യങ്ങളാണ് ഇത് മാത്രം അവർ പാലിക്കപ്പെട്ടാൽ മതി. അങ്ങനെ സുനഹദോസ് തീരുമാനമുണ്ടായി. പൗലോസിനോടും ബർന്നബാസിനോടുമൊപ്പം ഏതാനും പേരെ വിജാതീയരുടെ പക്കലേക്ക് അയക്കുകയും അന്ത്യോക്യയിലും ആ പ്രദേശങ്ങളിലും അയക്കുകയും വിശ്വാസം സ്വീകരിച്ച വിജാതീയർക്കായി ഒരു കത്ത് കൊടുത്തു വിടുകയും ചെയ്തു. കത്തിൽ പറഞ്ഞിരിക്കുന്നത് നേരത്തെ യാക്കോബ് എണീറ്റ് പറഞ്ഞതുപോലെ ഈ എഴുത്ത് ശ്രേഷ്ഠന്മാര് വഴി സഭയിൽ എത്തിച്ചു. അവർ വായിക്കുന്നു. 24 മുതലുള്ള വാക്യങ്ങൾ ശ്രദ്ധിക്കാം. സഹോദരരായ നിങ്ങൾക്ക് ഞങ്ങൾ അഭിവാദനം അർപ്പിക്കുന്നു. ഞങ്ങളിൽ ചിലർ പ്രസംഗങ്ങൾ മുഖേന നിങ്ങൾക്ക് മനഃചാഞ്ചല്യം വരുത്തിക്കൊണ്ട് നിങ്ങളെ ബുദ്ധിമുട്ടിച്ചുവെന്ന് ഞങ്ങൾ കേട്ടു. ഞങ്ങൾ അവർക്ക് യാതൊരു നിർദ്ദേശവും നൽകിയിരുന്നില്ല. ഞങ്ങൾ പറഞ്ഞിട്ടല്ല അവരിത്. ഇത് സഭയാ പറയുന്നത്. സുനഹദോസ് തീരുമാനമാണ്. ഞങ്ങൾ പറഞ്ഞിട്ടല്ല അവരിത് പറഞ്ഞത്. അതുകൊണ്ട് തെരഞ്ഞെടുക്കപ്പെട്ട ചിലരെ നമ്മുടെ പ്രിയപ്പെട്ട ബർന്നബാസിനോടും പൗലോസിനോടുമൊപ്പം നിങ്ങളുടെ അടുത്തേക്ക് അയക്കുന്നത് നന്നായിരിക്കുമെന്ന് ഞങ്ങൾ ഏകകണ്ഠമായി തീരുമാനിച്ചു. അവർ നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ നാമത്തെ പ്രതി സ്വന്തം ജീവനെ പോലും പണയപ്പെടുത്തിയിരിക്കുന്നവരാണല്ലോ. അതുകൊണ്ട് ഞങ്ങൾ യൂദാസിനെയും സീലാസിനെയും അയച്ചിരിക്കുന്നു. ഈ കാര്യങ്ങൾ തന്നെ അവർ നിങ്ങളോട് നേരിട്ട് സംസാരിക്കും. താഴെ പറയുന്ന അത്യാവശ്യ കാര്യങ്ങളെക്കാൾ കൂടുതലായി ഒരു ഭാരവും നിങ്ങളുടെ മേൽ ചുമത്താതിരിക്കുന്നതാണ് നല്ലതെന്ന് പരിശുദ്ധാത്മാവിനും ഞങ്ങൾക്കും തോന്നി. വിഗ്രഹങ്ങൾക്ക് അർപ്പിച്ച വസ്തുക്കൾ, രക്തം, കഴുത്തു ചെരിഞ്ഞ് കൊല്ലപ്പെട്ടവ, വ്യഭിചാരം എന്നിവയിൽ നിന്ന് നിങ്ങൾ അകന്നിരിക്കണം. ഇവയിൽ നിന്ന് അകന്നിരുന്നാൽ നിങ്ങൾക്ക് നല്ലത്. മംഗളാശംസകൾ. എഴുത്ത് വായിച്ചു കേട്ടപ്പോൾ അവർക്ക് വലിയ സന്തോഷമുണ്ടായി. പൗലോസും ബർന്നബാസും കൂടെ അയക്കപ്പെട്ട യൂദാസും സീലാസും സഹോദരങ്ങൾക്ക്, അതായത് വിശ്വാസം സ്വീകരിച്ചവർക്ക് ഉപദേശങ്ങൾ നൽകി അവരെ ശക്തിപ്പെടുത്തി. പിന്നെ ഇവിടെ 36 മുതല് ഒരു കാര്യം പറയുന്നു. പൗലോസും ബർന്നബാസും വേർപിരിഞ്ഞ് ഇവർ 2 ഗ്രൂപ്പായിട്ട് പിന്നെ പോകുന്നതാണ് കാണുന്നത്. പൗലോസ് ബർന്നബാസിനോട് പറഞ്ഞു, വരൂ, നാം കർത്താവിന്റെ വചനം പ്രസംഗിച്ച എല്ലാ നഗരങ്ങളിലും തിരിച്ചു ചെന്ന് സഹോദരന്മാരെ സന്ദർശിച്ച് അവർ എങ്ങനെ കഴിയുന്നെന്ന് അറിയാം. മർക്കോസ് എന്ന് വിളിക്കപ്പെടുന്ന യോഹന്നാനെ കൂടി കൊണ്ടുപോകാൻ ബർന്നബാസ് ആഗ്രഹിച്ചു. എന്നാൽ പാംഫീലിയയിൽ വെച്ച് തങ്ങളിൽ നിന്ന് പിരിഞ്ഞു പോവുകയും പിന്നീട് ഈ ജോലിയിൽ തങ്ങളോട് ചേരാതിരിക്കുകയും ചെയ്ത ഒരുവനെ കൂടെ കൊണ്ടുപോകാതിരിക്കുന്നതാണ് നല്ലതെന്നായിരുന്നു പൗലോസിന്റെ അഭിപ്രായം. അങ്ങനെ അവരുടെ അഭിപ്രായ ഭിന്നത മൂലം അവർ പിരിഞ്ഞു. ബർന്നബാസ് മർക്കോസിനെയും കൂട്ടി സൈപ്രസിലേക്ക് പോയി. പൗലോസ് സീലാസിനെ തെരഞ്ഞെടുത്ത് അവനോടുകൂടെ യാത്ര തിരിച്ചു. അവൻ സഭകളെ ശക്തിപ്പെടുത്തിക്കൊണ്ട് സിറിയയിലൂടെയും കിലിക്കിയയിലൂടെയും സഞ്ചരിച്ചു. അങ്ങനെ വിവിധ സ്ഥലങ്ങളിൽ അവർ സുവിശേഷം എത്തിച്ചു. 16-ാം അധ്യായം. 16-ാം അധ്യായത്തിൽ 2 പ്രധാനപ്പെട്ട കാര്യങ്ങളാണുള്ളത്. ഒന്ന്, ലിദിയായുടെ മാനസാന്തരം. 2, പൗലോസിനെ കാരാഗ്രഹത്തിൽ അടച്ച് തടവറയിൽ വെച്ച് ദൈവം പ്രവർത്തിച്ച അത്ഭുതം. ദെർബെ, ലിത്ര എന്നീ സ്ഥലങ്ങളിൽ പൗലോസ് എത്തിച്ചേർന്നു. ലിത്രയിൽ തിമോത്തേയോസ് എന്നു പേരുള്ള ഒരു ശിഷ്യനുണ്ടായിരുന്നു, വിശ്വാസിനിയായ ഒരു യഹൂദസ്ത്രീയുടെ മകൻ. ലിത്ര, ഇക്കോണിയ എന്നിവിടങ്ങളിൽ സഹോദരന്മാർക്ക് അവനെപ്പറ്റി നല്ല മതിപ്പുണ്ടായിരുന്നു. അതുകൊണ്ട് പൗലോസ് അവനെയും കൂടെ കൊണ്ടുപോകാൻ തീരുമാനിച്ചു. ഏഷ്യയിൽ വചനം പ്രസംഗിക്കുന്നതിൽ നിന്ന് പരിശുദ്ധാത്മാവ് അവരെ പിന്തിരിപ്പിച്ചതുകൊണ്ട് അവർ ഫ്രീജിയ, ഗലാത്തിയ എന്നിവിടങ്ങളിലൂടെ യാത്ര ചെയ്തു. അപ്പൊ ഒരു സ്ഥലത്തേക്ക് പോകണമോ പോകണ്ടയോ എന്ന് പരിശുദ്ധാത്മാവ് കൽപ്പിക്കുന്നതനുസരിച്ചാണ് അവർ പോകുന്നത്. മിസിയായ്ക്ക് അടുത്തു വന്നപ്പോൾ ബിഥീനിയയിലേക്ക് പോകാൻ അവർ ആഗ്രഹിച്ചു. എങ്കിലും യേശുവിന്റെ ആത്മാവ് അതിനനുവദിച്ചില്ല.
തന്മൂലം മിസിയ പിന്നിട്ട് അവർ ത്രോവാസിലേക്ക് പോയി. രാത്രിയിൽ പൗലോസിനൊരു ദർശനമുണ്ടായി. മക്കദോനിയക്കാരനായ ഒരുവൻ അവന്റെ മുമ്പിൽ നിന്ന് ഇപ്രകാരം അഭ്യർത്ഥിച്ചു, മക്കദോനിയയിലേക്ക് വന്ന് ഞങ്ങളെ സഹായിക്കുക. അങ്ങനെ മക്കദോനിയയിൽ സുവിശേഷം അറിയിക്കാൻ കർത്താവ് തങ്ങളെ വിളിക്കുന്നു എന്നറിഞ്ഞ് പൗലോസ് അങ്ങോട്ട് പോയി. 11 മുതലുള്ള വാക്യങ്ങൾ. ത്രോവാസിൽ നിന്ന് ഞങ്ങൾ കപ്പൽ കയറി നേരിട്ട് സമോത്രൊക്കയിലേക്ക് പോയി. അവിടെ നിന്ന് ഫിലിപ്പിയിലേക്ക് പോയി. കുറെ ദിവസം ഞങ്ങൾ ആ നഗരത്തിൽ താമസിച്ചു. നഗര കവാടത്തിന് പുറത്ത് നദീതീരത്തൊരു പ്രാർത്ഥനാ കേന്ദ്രമുണ്ടെന്ന് തോന്നിയതിനാൽ അവിടേക്ക് ഞങ്ങൾ പോയി. ആ സ്ഥലത്ത് വന്നുകൂടിയിരുന്ന സ്ത്രീകളോട് ഞങ്ങൾ അവിടെ ഇരുന്ന് സംസാരിച്ചു, സുവിശേഷം പ്രസംഗിച്ചു. പൗലോസിന്റെ വാക്ക് കേട്ടവരുടെ കൂട്ടത്തിൽ തിയത്തീറ പട്ടണത്തിൽ നിന്ന് വന്ന പട്ടുവിൽപ്പനക്കാരിയും ദൈവഭക്തയുമായ ലിദിയ എന്ന സ്ത്രീയും ഉണ്ടായിരുന്നു. പൗലോസ് പറഞ്ഞ കാര്യങ്ങൾ സ്വീകരിക്കാൻ കർത്താവ് അവളുടെ ഹൃദയം തുറന്നു. വചനത്തിന്റെ പൊരുൾ അറിയാൻ ഈ പട്ടുവിൽപ്പനക്കാരി ധനാഢ്യയായ ഈ സ്ത്രീയുടെ ഹൃദയം, മനസ്സ് ദൈവം തുറന്നു. കുടുംബസമേതം ജ്ഞാനസ്നാനം സ്വീകരിച്ച അവൾ ഞങ്ങളോട് പറഞ്ഞു, കർത്താവിൽ വിശ്വസിക്കുന്നവളായി എന്നെ നിങ്ങൾ ഗണിക്കുന്നുവെങ്കിൽ ഇന്ന് എന്റെ ഭവനത്തിൽ വന്ന് താമസിക്കാൻ ഞാൻ നിങ്ങളോട് അപേക്ഷിക്കുന്നു. ഞങ്ങൾ അവൾക്ക് വഴങ്ങി. അങ്ങനെ അവിടെ പോയി താമസിച്ചു. ഞങ്ങൾ പ്രാർത്ഥനാ കേന്ദ്രത്തിലേക്ക് പോകുമ്പോൾ ഭാവി ഫലം പ്രവചിക്കുന്ന ആത്മാവ് ബാധിച്ച ഒരു അടിമ പെൺകുട്ടിയെ കണ്ടു. പല ദിവസം ഇവൾ എന്ത് ചെയ്തു? പൗലോസിന്റെയും കൂടുള്ളവരെ നേരെ പുറകെ വന്നിട്ട് വിളിച്ചു പറഞ്ഞു, ഈ മനുഷ്യർ അത്യുന്നതനായ ദൈവത്തിന്റെ ദാസരാണ്. ഈ മനുഷ്യർ അത്യുന്നതനായ ദൈവത്തിന്റെ ദാസരാണ്. ഇത് കണ്ട് അസഹ്യത തോന്നിയ പൗലോസ് ഒരു ദിവസം അവളെ ഈ പിശാചി ബാധയിൽ നിന്ന് മോചിപ്പിച്ചു സുഖപ്പെടുത്തി. ഇത് വലിയ പ്രശ്നമായി. കാരണം അവളുടെ യജമാനന്മാർക്ക് കാശുണ്ടാക്കി കൊടുക്കുന്ന കാര്യമായി. ഇവൾ ഈ പ്രവചനം പറച്ചിൽ നിന്നതോടെ ആ കാശ് നിന്നു. അതുകൊണ്ട് പത്രോസിനെ ബന്ധിച്ച് കാരാഗ്രഹത്തിൽ അടച്ചു. അതാണ് 16-ാം അധ്യായത്തിലെ 16 മുതലുള്ള വാക്യങ്ങളിൽ കാണുന്നത്. അവർ അവരെ, പൗലോസിനെയും ശീലാസിനെയും വളരെയേറെ പ്രഹരിച്ചതിന് ശേഷം കാരാഗ്രഹത്തിൽ അടച്ചു. അവൻ കൽപ്പന പ്രകാരം അവരെ കാരാഗ്രഹത്തിന്റെ ഉള്ളറയിലാക്കി കാലുകൾ താമം വെച്ചു. 25 മുതലുള്ള വാക്യങ്ങൾ. അർദ്ധരാത്രിയോടടുത്ത് പൗലോസും ശീലാസും കീർത്തനം പാടി ദൈവത്തെ സ്തുതിക്കുകയായിരുന്നു. തടവുകാർ അത് കേട്ടുകൊണ്ടിരുന്നു. പെട്ടെന്ന് വലിയൊരു ഭൂകമ്പമുണ്ടായി. കാരാഗ്രഹത്തിന്റെ അടിത്തറ കുലുങ്ങി. എല്ലാ വാതിലുകളും തുറക്കപ്പെട്ടു. എല്ലാവരുടെയും ചങ്ങലകൾ അഴിഞ്ഞു വീണു. കാവൽക്കാരൻ ഉണർന്നപ്പോൾ കാരാഗ്രഹ വാതിലുകൾ തുറന്നു കിടക്കുന്നത് കണ്ടു. തടവുകാരെല്ലാം രക്ഷപ്പെട്ടെന്നോർത്ത് അവൻ വാൾ ഊരി ആത്മഹത്യ ചെയ്യാൻ ഒരുങ്ങി. പൗലോസ് വിളിച്ചു പറഞ്ഞു, സാഹസമൊന്നും കാണിക്കരുത്, ഞങ്ങൾ എല്ലാവരും ഇവിടെ തന്നെ ഉണ്ട്. അവസാനം വിളക്ക് കൊണ്ടുവരാൻ വിളിച്ചു പറഞ്ഞ് അവൻ അകത്തേക്കോടി. അവൻ പൗലോസിന്റെയും ശീലാസിന്റെയും കാൽക്കൽ വീണു. അവരെ പുറത്തു കൊണ്ടുവന്ന് അവൻ അവരോട് ചോദിച്ചു, യജമാനന്മാരെ, രക്ഷ പ്രാപിക്കാൻ ഞാൻ എന്ത് ചെയ്യണം? അന്ന് തന്നെ അവൻ അവരെ കൂട്ടിക്കൊണ്ടുപോയി അവരുടെ മുറിവുകൾ വെച്ചു കെട്ടുകയും അപ്പോൾ തന്നെ അവനും കുടുംബവും ജ്ഞാനസ്നാനം സ്വീകരിക്കുകയും ചെയ്തു. ദൈവത്തിൽ വിശ്വസിച്ചത് കൊണ്ട് അവനും കുടുംബാംഗങ്ങളും അത്യന്തം ആനന്ദിച്ചു. പ്രഭാതമായപ്പോൾ ന്യായാധിപന്മാർ ആ മനുഷ്യരെ വിട്ടയക്കുക എന്ന് കൽപ്പിച്ചുകൊണ്ട് ഭടന്മാരെ അയച്ചു. കാവൽക്കാരൻ ഈ വിവരം പൗലോസിനെ അറിയിച്ചു. ന്യായാധിപന്മാർ നിങ്ങളെ വിട്ടയക്കണമെന്ന് കൽപ്പിച്ചുകൊണ്ട് ആളയച്ചിരിക്കുന്നു. പൗലോസ് പറഞ്ഞു, പരസ്യമായി ബന്ധിച്ചുകൊണ്ട് ഇവിടെ ഇട്ടിട്ട് ഞങ്ങളെ രഹസ്യമായി പറഞ്ഞയക്കാനോ? റോമ പൗരന്മാരാണ് ഇവരെന്ന് അറിഞ്ഞപ്പോൾ അവർക്ക് കുറെ കൂടെ ഭയമായി. ന്യായാധിപർക്ക് അവർ വന്ന് ക്ഷമ യാചിച്ച് മാപ്പും പറഞ്ഞ് പൗലോസിനെ ശീലാസിനെ വിട്ടയച്ചു. പ്രിയമുള്ളവരെ, ദൈവത്തിന്റെ എത്ര വിസ്മയനീയ പ്രവൃത്തികളായി ഇവിടെ കാണുന്നതല്ലേ? സുവിശേഷം വ്യാപിക്കുവാൻ, സകലരും യേശുവിൽ വിശ്വസിക്കുവാൻ ഇന്ന് ഈ കാലഘട്ടത്തിൽ നമുക്ക് ആവശ്യമായിരിക്കുന്ന ഇതാണ്. വിശ്വാസികളുടെ സമൂഹത്തിലെ ആത്മനിറവ് കണ്ടിട്ട് അനേകര് യേശുവിൽ വിശ്വസിക്കാൻ ഇടയാകണം. അതിന് ആത്മാവിന്റെ പ്രേരണ അനുസരിച്ച് ജീവിക്കാൻ നമുക്ക് കഴിയണം. ഇക്കാര്യങ്ങൾ ഹൃദയത്തിൽ സംഗ്രഹിച്ച് ധ്യാനിച്ചുകൊണ്ട് ആത്മനിറവിലുള്ള ഒരു സാക്ഷ്യ ജീവിതം നയിക്കാൻ നമുക്ക് പരിശ്രമിക്കാം. സർവശക്തൻ നമ്മെ അനുഗ്രഹിച്ച് ആശീർവദിക്കട്ടെ. അവിടുത്തെ സുവിശേഷം ഇന്ന് നമ്മുടെ ഇടയിലും വിസ്മയനീയമായി വ്യാപിക്കുവാൻ തക്കവിധം അവിടുന്ന് ഇടപെടട്ടെ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി, ആദിമുതൽ എന്നേക്കും ആമേൻ.